രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മലയാളികളെ ആരെങ്കിലും കയറി ഒന്ന് ചൊറിഞ്ഞാൽ അവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രൺവീർ അൽഹാബാദിയ എന്ന പേര് നമുക്കൊക്കെ ഇപ്പൊ ഫെമിലിയർ ആയിരിക്കും. കക്ഷി ഒരു ഫേമസ് യൂട്യൂബർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്, പോഡ്കാസ്റ്റർ ആണ്, നാഷണൽ ക്രിയേറ്റർ അവാർഡ് വാങ്ങിയ ഒരാളാണ്. സ്പിരിച്വാലിറ്റിയെ കുറിച്ചും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചും മൊറാലിറ്റിയെ കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. പുള്ളിക്കാരൻ ഒരുപാട് നാളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്ന ഒരു ഗുഡ് ബോയ് ഇമേജ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നഷ്ടപ്പെട്ടത്. ഇന്ത്യ ഹാസ് ഗോട്ട് ടാലന്റ് എന്ന യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന പ്രോഗ്രാം യൂട്യൂബ് ബാൻ ചെയ്യാനുണ്ടായിരുന്ന കാരണവും ഇതേ വ്യക്തിത്വം തന്നെയാണ്. ഒബ്സീൻ ജോക്സും ഡാർക്ക് ഹ്യൂമറുമാണ് ഈ പ്രോഗ്രാമിന്റെ മെയിൻ. പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഒഫൻസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ഇവർക്കെതിരെ ഗവൺമെന്റ് ലീഗൽ ആക്ഷൻ എടുത്തതും അതിന്റെ പേരിൽ രൺവീർ അപ്പോളജൈസ് ചെയ്തതിന്റെ വാർത്തകളും ഒക്കെ നമ്മൾ മലയാളികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ഇതേ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോയൊരു പെൺകുട്ടിയുടെ അടുത്ത് പൊളിറ്റിക്കൽ ലീനിങ്ങിനെ കുറിച്ചും വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ ആ കുട്ടി എനിക്കതിൽ താല്പര്യമില്ല എന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് കേരളത്തിന്റെ ലിറ്ററസിയെ കളിയാക്കുന്ന ഒരു കമന്റിൽ നിന്നിട്ടാണ് സത്യത്തിൽ ഈ കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ ഒരു സ്റ്റേറ്റിലെ മുഴുവൻ ജനങ്ങളെയും കളിയാക്കുമ്പോൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ മലയാളിക്ക് എന്താ പവർ? ഓഫ് കോഴ്സ് സാർ, 100% ലിറ്ററസി സാർ. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് കോമൺ സെൻസും കൂടി ഉണ്ടെന്നാണ്. എവിടെ എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾക്കറിയാം. അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറി ഒബ്സീൻ ജോക്സ് അടിച്ചാൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്.